നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മേലൂർ പഞ്ചായത്തിലെ കരുവാപ്പടിയിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലി മാജി സനന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. മേലൂർ പഞ്ചായത്തിലെ കരുവാപ്പടിയിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലി മാജി സനന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സനന്തിയുടെ രണ്ടാമത്തെ ആൺകുട്ടിയാണ് മരിച്ചത്. പ്രസവത്തെ തുടർന്ന് പൊക്കിൾ കൊടി ഇവർ തന്നെ മുറിച്ചു മാറ്റിയതാണ് കുട്ടി മരണപ്പെടുവാൻ കാരണമായതെന്നാണ് പറയുന്നത്. ഇവരുടെ നാട്ടിൽ പ്രസവം വീടുകളിൽ തന്നെ എടുക്കുന്നതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടുവാൻ തയ്യാറായിരുന്നില്ല. കേരളത്തിൽ വന്നിട്ട് 6 മാസമേ ആവുന്നുള്ളൂ. നിർമ്മാണ തൊഴിലാളിയുടെ ഹെൽപ്പറായ ഗുലി മാജി ജോലിക്ക് പോയി വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ അവശനിലയിലായ യുവതിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രസവത്തിനു ശേഷം യുവതി ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് മെമ്പർ PS സാബുവും ആശാവർക്കറും ചേർന്നാണ് ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഗർഭിണിയായതിനു ശേഷം ഇവർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണുവാൻ വന്നിട്ടും ഡോക്ടറെ കാണാതെ തിരിച്ചുപോയതായും പറയുന്നു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശാവർക്കർമാർ നിരവധി തവണ അവരുടെ വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ക്ലിനിക്കിലേക്ക് സബ് സെൻറ്ററിലെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി വെയിറ്റ് നോക്കുകയും അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് അവർക്ക് 6 മാസം ആകുന്നേ ഉള്ളൂ എന്നാണ്. ജൂൺ മാസത്തിലാണ് ലാസ്റ്റ് പീരീഡായ ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്നും TT അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കൃത്യമായി അതുപോലെ തന്നെ സബ് സെൻറ്ററിൽ എല്ലാ മാസവും വന്ന് ടാബ് വാങ്ങിക്കൊണ്ട് പോകാനും പറഞ്ഞു വിട്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്താണ് അവർ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം കാണുകയുണ്ടായത്. മീഡിയ ടൈം ചാലക്കുടി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വൈദ്യുതി ചാർജ് വർധനവ് ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരായുള്ള ജനവികാരമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് എറിയാട്, അഴീക്കോട് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി എറിയാട് KSEB ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ചൂട്ടുകത്തിക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീം. ഇത്തരം ദുരന്ത ഭരണകൂടവുമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ നാടിനെ നയിക്കുന്നവർ ജനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരുടെ വയറ്റിലിരിക്കുന്ന നികുതി ഭാരങ്ങളും പുതിയ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും സമരം ചെയ്യേണ്ട, ഓരോ ദിവസവും തെരുവീതിയിൽ ഇറങ്ങേണ്ട ഒരു വർത്തമാന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF പ്രസ്ഥാനവും എന്നുള്ളത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരോട്, ഈ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു. ആസിഫ് മുഹമ്മദ്, PK മുഹമ്മദ്, PP ജോൺ, ബഷീർ കൊണ്ടംപുള്ളി, PM മനാഫ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് കൂട്ടധർണ നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടത്തിയ ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കൃഷിക്കാർ അവരുടെ ജീവനോപാധിക്ക് വേണ്ടി എടുക്കുന്ന വായ്പകൾ 5 വർഷത്തിനൊരിക്കൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ എഴുതി തള്ളണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഇന്ത്യയിൽ 250ഓളം വരുന്ന കർഷക സംഘടനകൾ ആവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടക്കി. അതൊന്നും കണ്ടില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വെക്കുന്നത്. രാജ്യത്തെ അദാനി അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളിമാരെ എല്ലാ രീതിയിലും സഹായിക്കുകയാണ്, വഴിവിട്ട ബന്ധമുണ്ടാക്കുകയാണ്.
ഇപ്പൊ അമേരിക്ക ഈ അദാനിയുടെ കമ്പനി വലിയ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തി. അതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഒരു ചർച്ചയും ഉണ്ടായില്ല. അദാനിയെ സഹായിക്കുന്ന നിലപാടാണ് അമിത്ഷായും നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ എടുക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ ഉദ്യോഗസ്ഥ മുതലാളിത്ത കോർപ്പറേറ്റ് ബന്ധം രാജ്യത്തിന്റെ വളർച്ചയിലേക്കല്ല കൊണ്ടുപോകുന്നത്. രാജ്യത്തെ സാധാരണക്കാരനായി തന്നെ നിലനിൽക്കുകയാണ്. മുതലാളിമാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഇവിടെ ടി.പി. രഘുനാഥ് സൂചിപ്പിച്ച ശതകോടീശ്വരന്മാരുടെ വർധനവിൽ വലിയ മാറ്റം രാജ്യത്തുണ്ടായില്ല. മണ്ഡലം സെക്രട്ടറി ടി.പി. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ, അഡ്വക്കേറ്റ് എ.ഡി. സുദർശനൻ, വി.എ. കൊച്ചുമൊയ്തീൻ, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ ക്ഷീര കർഷകരുടെ സംഗമം ഡിസംബർ 14-ന് നടക്കും. രാവിലെ 10:30 മുതൽ 12:30 വരെ പുത്തഞ്ചിറ വ്യാപാര ഭവനിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമം 2020 പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, സാധ്യതകൾ എന്ന വിഷയത്തിൽ 2020 പാർട്ടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ക്ലാസ് നയിക്കും. പങ്കെടുക്കുന്ന എല്ലാ ക്ഷീര കർഷകർക്കും 5 കിലോ കാലിത്തീറ്റ സൗജന്യമായി നൽകും. സാജൻ വർഗീസ്, ജോയി ചേരിയക്കര, ജോസ് താക്കോൽക്കാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തഞ്ചിറ ക്ഷീര കർഷക സംഗമം നടത്താൻ ഉദ്ദേശിക്കണം. അതായത് നമ്മൾ കർഷകരെല്ലാവരും കൂടിയിട്ട്, അതായത് ക്ഷീര കർഷകരെല്ലാവരും കൂടിയിട്ട് ഒരു സംഗമം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഡിസംബർ 14-ാം തീയതി 2024 ഡിസംബർ 14-ാം തീയതി അടുത്ത ശനിയാഴ്ചയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. വ്യാപാര ഭവൻ, പുത്തഞ്ചിറ വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയത്താണ് അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം വന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2020 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. സാധാരണക്കാരുടെ മനസ്സിനിണങ്ങിയ വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് മാളയിൽ മരിയ ഫാഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. KK റോഡിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ നിർവഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ നോഡിസിനെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കട അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദയാപൂർവ്വം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മ സമൂഹത്തിന് കൈവരുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾ കൈവരിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. പരിശുദ്ധ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി മരിയ ഫാഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ തുണിത്തരങ്ങൾ വളരെ വിലക്കുറവിലാണ് വിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിനോട് സംബന്ധിച്ച് 10% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സഹകരണം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ കട നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിശിഷ്ടാതിഥിയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PT പാപ്പച്ചൻ ആദ്യ വിൽപ്പന നടത്തി. ഷാൻഡി ജോസഫ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ കൂടാതെ പെർഫ്യൂമുകളുടെ വൻ ശേഖരവും മരിയ ഫാഷൻസിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസമായ ഡിസംബർ 12 മുതൽ 15 വരെ മരിയ ഫാഷൻസിലെ എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ട് ഓഫറുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വാർഡ് മെമ്പർ യദു കൃഷ്ണ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
മീഡിയ ടൈം, മാള. പ്രധാന വാർത്തകൾ വീണ്ടും. മേലൂർ പഞ്ചായത്തിലെ കരുവാപ്പടിയിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒറീസ സ്വദേശികളായ ഗുലി മാജി സനന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.